സ്വഹാബിയുടെ കഥ കൂടെ പറഞ്ഞു തരാ. അല്ലാഹു സമാധാനിപ്പിച്ച നാലാമത്തെ മനുഷ്യനാരെന്നറിയുമോ? മഹാനായ ഉമ്മ മക്തൂം റളിയല്ലാഹു തആല അൻഹു. കണ്ണിന് കാഴ്ചയില്ലാത്ത സഹാബിയാണ്, കണ്ണിന് കാഴ്ചയില്ലാത്ത സഹാബിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എന്തിന്? ഇൽമു പഠിക്കാൻ. കണ്ണിന് കാഴ്ചയില്ലാത്ത ഉമ്മ മക്തൂം റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വരികയാണ്, അറിവ് പഠിക്കാൻ, ഇൽമു ചോദിച്ചു പഠിക്കാൻ. ആ സ്വഹാബി മുത്തുനബിയുടെ മുമ്പിൽ വരുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കളോടൊപ്പം നബി തങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഇസ്ലാമിന്റെ ശത്രുക്കളായ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായ ഖുറൈശികളുടെ നേതാക്കന്മാര്, അവർക്ക് അല്ലാഹുവിന്റെ പ്രവാചകം ദഅവത്ത് നടത്തുകയാണ്, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോഴാണ് ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്കൊരറിവ് പറഞ്ഞു തരണം നബിയേ, എനിക്കൊരു ഇൽമു പറഞ്ഞു തരണം നബിയേ. ആരാവെന്ന് ചോദിക്കുന്നത് ഉമ്മ മക്തൂമാണ്. പടച്ചവനെ, അന്ന് ശത്രുക്കള് പറയുന്നത് മുഹമ്മദിന്റെ കൂടെയുള്ളവരൊക്കെ പാവപ്പെട്ടവരാ, ദരിദ്രന്മാരാണ്, ദാരിദ്ര്യത്തിൽ കഴിയുന്നവരാണ്, അതുകൊണ്ട് കൂടാ ഞങ്ങളെ കിട്ടൂല. അങ്ങനെ നേതാക്കന്മാരോട് സംസാരിക്കുമ്പോഴാണ് ഉമ്മ മക്തൂം എന്നിട്ട് നബി തങ്ങളോട് സലാം പറയുന്നത്. റബ്ബേ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ അവിടുന്ന് സലാം പറയുമ്പോ ഒരു വട്ടം പറഞ്ഞു, നബി തങ്ങൾ മിണ്ടുന്നില്ല. രണ്ടാമതും പറഞ്ഞു. വീണ്ടും ഈ സഹാബി ഇങ്ങനെ നബി തങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സഹാബിക്ക് കണ്ണ് കാണില്ല, നബി തങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ആ ഉമ്മു മക്തൂമിനറിയില്ല. പക്ഷേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമൊന്ന് ചുളിയുകയാ. നബി തങ്ങളുടെ മുഖമൊന്ന് ചുളിയുകയാണ്. കാരണം നിനക്ക് എപ്പോ വേണമെങ്കിലും ഇൽമു വന്ന് പഠിക്കാം, എപ്പോ വേണമെങ്കിലും നിനക്ക് എന്നോട് ഇൽമു വന്ന് ചോദിക്കാം. ഇവന്മാരെ ഇപ്പോഴാ കിട്ടുന്നത്. അതുകൊണ്ട് അവരെ കൂടെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ നബി തങ്ങൾ അവരോട് വലിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ കണ്ണ് കാണാത്ത സ്വഹാബി വന്നിട്ട് നബി തങ്ങളോട് പറയുന്നു, എനിക്കൊരറിവ് പഠിപ്പിച്ചു തരാൻ. അങ്ങനെ ഒരുപാട് പ്രാവശ്യം പിന്നെയും ചോദിച്ചു കൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ പള്ളിയിലെ ഖതീബ് ഈ നാട്ടിലെ അമുസ്ലിമീങ്ങളായ സഹോദരങ്ങളെ പള്ളിക്കകത്ത് വിളിച്ചു കുരുത്തി ഇരുത്തിയിട്ട് ദീൻ പറഞ്ഞു കൊടുക്കുകയാണ്, അവർ ഇസ്ലാമിലേക്ക് വരാൻ. അപ്പോഴാ ഒരുത്തം വന്നിട്ട് ചോദിക്കണം, ഉസ്താദേ എനിക്കൊരു അറിവ് പറഞ്ഞു തരുമോ? ഉസ്താദ് എന്ത് വിചാരിക്കും? എടാ, ഇവരെ ദീനിലേക്ക് വരുത്താൻ ക്ഷണിക്കുമ്പോഴാ ഇത് പറയണേ. ഒരു വട്ടം പറഞ്ഞു, രണ്ടു വട്ടം പറഞ്ഞു, വീണ്ടും ഇങ്ങനെ ചോദിച്ചപ്പോ ഉസ്താദിന് ഇഷ്ടപ്പെടുവോ? നബി തങ്ങളുടെ മുഖമൊന്ന് ചുളിഞ്ഞു, നബി തങ്ങളുടെ മുഖമൊന്ന് ചുളിഞ്ഞു. ഉമ്മു മക്തൂമിന്റെ മനസ്സ് വേദനിച്ചടോ. എന്തേ നബി തങ്ങൾ മറുപടി പറയാഞ്ഞേ? ഞാൻ ചോദിച്ചിട്ട് നബി തങ്ങൾ എന്തേ മറുപടി പറയാഞ്ഞേ? ഉമ്മു മക്തൂമിന്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി അങ്ങോട്ട് വന്നു. എന്നിട്ട് ഖുർആനിൽ 10 ആയത്ത് തുടർച്ചയായിട്ട് അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസക്ക. നബിയേ, ശരിയായില്ല നബിയേ. അല്ലാഹ് പറഞ്ഞടോ നബി തങ്ങളോട്, അങ്ങ് മുഖം ചുളിച്ചില്ലേ, ശരിയായില്ല നബിയേ എന്ന് അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു വഴക്കു പറഞ്ഞു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നബി തങ്ങൾ അല്ലാഹ് വഴക്കു പറഞ്ഞടോ. ആ കണ്ണ് കാണാത്ത സഹാബിയുടെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അള്ളാന്റെ റസൂലിന് അള്ളാഹു പോലും വഴക്കു പറഞ്ഞു. ഖുർആനിൽ ആയത്തിറങ്ങി. നബി തങ്ങൾ ഓടി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മസ്ജിദ് നബവിയിലേക്ക് ഓടി ചെന്നിട്ട് ചോദിച്ചു, എവിടെ ഉമ്മ മക്തൂം? എവിടെ ഉമ്മ മക്തൂം? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മ മക്തൂം റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് തൻ്റെ ചുമലിൽ കിടന്ന ഷാൾ എടുത്ത് തറയിൽ വിരിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞിരിക്കാൻ. തൻ്റെ ചുമലിൽ കിടന്ന ഷാൾ എടുത്ത് താഴെ വിരിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞിരിക്കാൻ. അള്ളാഹുവിനെ കൊണ്ട് എന്നെ വഴക്ക് പറയിപ്പിച്ച് കളഞ്ഞല്ലോ. മർഹബ മർഹബ. അള്ളാഹിനെ കൊണ്ട് എന്നെ വഴക്ക് എപ്പോഴും പറയും.
ഉമ്മ മക്തൂമിനെ കാണുമ്പോൾ എപ്പോഴും നബിതങ്ങൾ പറയും, എന്നെ വഴക്ക് പറയിപ്പിച്ചല്ലോ, നിനക്കെന്തേലും വേണോ, നിനക്കെന്തെങ്കിലും വേണോ എന്ന് പുറകിൽ നടന്ന് ചോദിക്കുമായിരുന്നു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, എടോ കണ്ണിന് കാഴ്ചയില്ലാത്തവർ, ചെവി കേൾക്കാത്തവർ, കാലിന് സ്വാധീനമില്ലാത്തവർ, അവർക്ക് നമ്മൾ കൊടുക്കേണ്ട സ്ഥാനമാ ദീൻ പഠിപ്പിക്കുന്നേ. അവർക്ക് വലിയ സ്ഥാനം കൊടുക്കണം, അവർക്ക് വലിയ പരിഗണന കൊടുക്കണം. പക്ഷെ നമ്മൾ പരിഗണിക്കാറില്ലല്ലോ. നമ്മൾ പരിഗണിക്കാറുണ്ടോ? എടോ കാലില്ലാത്തവൻ, കൈയില്ലാത്തവൻ, കണ്ണില്ലാത്തവൻ, അവന് എന്ത് സ്ഥാനം കൊടുക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ദീൻ. നിങ്ങൾ നോക്ക്, കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളെ കണ്ടാൽ അവന്റെ കൈ പിടിച്ച് നടത്തിക്കണം. എന്താ പ്രതിഫലം? കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യനെ നീ കണ്ടാൽ അവന്റെ കൈ പിടിച്ച് നടത്തിക്കണം. എത്ര ചുവട്ടടി നടക്കുന്നുണ്ടോ അത്രയും നീ സ്വർഗത്തിലേക്ക് അടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, കണ്ണിന് കാഴ്ചയില്ലാത്തവനെ പിടിച്ച് നടത്തിച്ച ആ നടക്കുന്ന അത്രയും സ്ഥലം നീ സ്വർഗത്തിലേക്ക് എത്തി. അതാണ് കണ്ണ് കാണാത്തവൻ. എന്റെ പ്രിയപ്പെട്ടവരെ, കൈയും കാണും ഒക്കെ ഇല്ലാത്തവരുണ്ടല്ലോ, അവർക്ക് വലിയ പരിഗണന നമ്മൾ കൊടുക്കണം. ആരാ കൊടുക്കണത്? ഇവിടെ നമ്മൾ നോക്കി, ഒരു പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ, ഞാൻ ഈ അടുത്ത് ശ്രദ്ധിച്ചു, പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ബാത്റൂം ഉണ്ട്. ഉണ്ടില്ലേ? ഇല്ലേ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? നിങ്ങൾ പെട്രോൾ പമ്പിൽ പോയിട്ടില്ലേ? ഇവിടെ പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ന്യൂനതയുള്ളവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു ബാത്റൂം സൗകര്യം അവർക്കുണ്ട്. ഇനി നമ്മൾ ഗൾഫ് നാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ വണ്ടി പാർക്ക് ചെയ്യാൻ, അവിടെ കാണോ വണ്ടി ഇട്ട വലിയ ഫൈനാ. അവർക്ക് അത്രയും പരിഗണന കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരു ബാത്റൂമോ ഒരു സൗകര്യമോ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ ഈമാൻ തരുമാറാകട്ടെ. എടാ, അള്ളാഹുവിന്റെ ഭവനമായ ഈ പള്ളികളിൽ ഒരു കാലില്ലാത്ത ഒരു മനുഷ്യൻ പള്ളിയിൽ വന്നാൽ അയാൾക്ക് മൂത്രമൊഴിക്കുവാനുള്ള ഒരു സൗകര്യം പള്ളിയിലുണ്ടോ? ഇല്ല. ഒരാൾക്ക് പള്ളിക്കകത്ത് കയറി നിസ്കരിക്കാൻ പള്ളിയുടെ 2ാം നിലയിൽ വീൽചെയർ കൂട്ടിയിട്ടിരിക്കുക. ആർക്കാ? രോഗികൾക്ക് കൊടുക്കാൻ. നാട്ടിലെ രോഗികൾക്ക് കൊടുക്കാൻ നീ വീൽചെയർ റൂമിന്റെ അകത്ത് പിരിച്ചു കൂട്ടിയിട്ടിരിക്കുക. എന്ന പള്ളിക്കകത്ത് ഒരു കൈയില്ലാത്ത ഒരു കാലില്ലാത്ത മനുഷ്യന് പള്ളി വന്ന് നിസ്കരിക്കാൻ ഒരെണ്ണം പള്ളിക്കകത്തുണ്ടോ? ഒന്ന് കേറാനുള്ള ഒരു സ്റ്റെപ്പൊക്കെ കെട്ടി ഇന്റർലോക്ക് വിട്ടിട്ട് എന്തോ വലിയ ആക്കി വെച്ചിരിക്കുക. ആ പാവപ്പെട്ടവനൊന്ന് കേറാനുള്ള ഒരു സൗകര്യമെങ്കിലും ഇന്ന് പള്ളിക്കകത്ത് ഒരുക്കി വെക്കാറുണ്ടോ? ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ പോലും ഇല്ലടോ. ഞാൻ പറഞ്ഞത് ചിന്തിക്കേണ്ട കാര്യമാണ്. അവരുടെ മനസ്സു വേദനിപ്പിച്ച റബ്ബ് നമ്മളെ വെറുതെ വിടത്തില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അത്രത്തോളം പരിഗണന നമ്മൾ കൊടുക്കണം, അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം. കാരണം നബിതങ്ങളെ അല്ലാഹു വഴക്ക് പറഞ്ഞേ, മുഖം ചുളിച്ചു ഇല്ലേ നബിയെ?